30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചിത്രങ്ങൾക്ക് അനുമതി നൽകാതെ കേന്ദ്ര സർക്കാർ 15 സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ എക്സംഷണൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞത്. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാട് തുടർന്നാൽ ഒഴിവാക്കിയ സിനിമകൾ തെരുവിൽ പ്രദർശിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നു. ലോക സിനിമയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് അബ്ദുറഹ്മാൻ സിസാക്കോയുടെ ടിംബക്ടു അടക്കമുള്ള സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ എസംഷണൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തത്. ആദ്യഘട്ടത്തിൽ 156 സിനിമകൾക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. ചലച്ചിത്ര അക്കാദമി കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 19 സിനിമകൾ മാറ്റി നിർത്തപ്പെടുകയും മറ്റു സിനിമകൾക്ക് അനുമതി നൽകുകയും ചെയ്തു. നിലവിൽ 15 സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പലസ്തീൻ പാക്കേജിലെ ഒരു സിനിമയ്ക്ക് മാത്രമാണ് പ്രദർശനാനുമതി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നും മേള തന്നെ അനിശ്ചിതത്വത്തിലാകുമെന്ന ആശങ്കയുണ്ടെന്ന് മന്ത്രി സജീദ് ചെറിയാൻ പറഞ്ഞു. 29 എഡിഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30ാം എഡിഷൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ഡെലിഗേറ്റുകളും രംഗത്ത് വന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പോലും സെൻസർ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ട് നമ്മളുടെ ആ ഒരു സാധനങ്ങളിൽ കൂടെയും ഇതിന്റെ കടന്നുകയറ്റം വരുന്നു എന്നുള്ളത് നമ്മൾ വളരെ പേടിയോടുകൂടി കാണേണ്ട ഒരു സാധനമാണ്. ഈ ഇലക്ഷന് ശേഷമുള്ള പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റത്തിൽ നമ്മളത് വിസിബിളായിട്ട് എല്ലാവർക്കും കാണാം. മീൻസ് ആ ഒരു സെക്ടറിലേക്ക് വരുവാണ്. തീർച്ചയായിട്ടും ഈ ഒഴിവാക്കൽ നമുക്ക് പല ഒഴിവാക്കലുകളുടെയും ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പൊളിറ്റിക്സ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. പലസ്തീൻ സിനിമയായാലും ഇപ്പോൾ ബീഫ് എന്ന് പറഞ്ഞൊരു സിനിമ, അതൊരു സ്പാനിഷ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പേരാണ് ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുള്ളത്, അവരതിനെ ഒഴിവാക്കിയിട്ടുള്ളത്. ബീഫ് എന്നുള്ള സിനിമ ഒരു തരത്തിലും ഈ പറയുന്ന നമ്മുടെ പൊളിറ്റിക്സിനെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയല്ല. എന്തുകൊണ്ട് അത് ഒഴിവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ചോദിക്കാനും ആളില്ല, മറുപടി പറയാനും ആളില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇന്ന് 9 സിനിമകളാണ് ചലച്ചിത്രമേളയിൽ നിന്ന് ഒഴിവാക്കിയത്. ചർച്ചയ്ക്കൊടുവിൽ ബീഫ്, ഈഗിൾസ് ഓഫ് റിപ്പബ്ലിക് എന്നീ ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ വിനിമയ മന്ത്രാലയവുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയാണെന്നും ഒഴിവാക്കിയ സിനിമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചലച്ചിത്ര അക്കാദമി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.